കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് പോലീസ് അന്വേഷിക്കാൻ വന്ന് പോയതിനു ശേഷം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു കല്യാണി. ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ വെളിച്ചത്ത് വരും. ഗംഗാപ്രസാദിനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള സത്യം പുറലോകം അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നൊരു ചിന്ത. കാര്യം പറഞ്ഞാൽ അവൻ മരിക്കേണ്ടവനാണ്. എങ്കിലും ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായി. അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു. കിരൺ വന്നിട്ട് ചോദിച്ചു, എന്താ കല്യാണി, നീ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. അല്ല കിരണേട്ടാ, ഞാന് കേസിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അതിന് മാത്രം ഇപ്പൊ എന്താ ആലോചിക്കാന്? അതെ, കിരണേട്ടനെ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോവോ? ആ CI മാർട്ടിൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല. അയാൾ ഇന്ന് ആ പെൻഡ്രൈവ് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അയാൾക്ക് സംശയമുണ്ട് കിരണേട്ടനെ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, നിനക്കറിയാലോ കല്യാണി, അധികം നാളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷേ എങ്കില് ആ സമയത്ത് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അല്ല കിരണനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളൊക്കെ അതൊക്കെ ആഘോഷിക്കില്ലേ? എങ്ങനെ? കൊടും കുറ്റവാളിയായ ഗംഗാപ്രസാദിനെ തീർത്തെന്നുള്ള രീതിയിലായിരിക്കും മാധ്യമങ്ങളൊക്കെ എഴുതി വിടുന്നേ. അതെ, എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. പക്ഷെ ഒരു കാര്യം മാത്രം കൊടുത്തിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. രതീഷും വേലും ഒന്നും ഒരു കാരണവശാലും ഇതിനകത്ത് വരാൻ പാടില്ല. അവരുടെ പേര് പോലും വരാൻ പാടില്ല. കാരണം അവർക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറയത്തുമില്ല, ചെയ്യത്തുമില്ല. അവരെന്നെ സഹായിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ, അല്ലാതെ മറ്റുള്ളവർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള രീതി ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, എന്നാലും കിരണേട്ടാ, ഈ സംഭവം കല്യാണി നീയും ആഗ്രഹിച്ചല്ലേ അവന്റെ മരണം? അത് ഞാൻ ആഗ്രഹിച്ച എങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്തിനാ വിഷമിക്കണേ? എപ്പോഴാണെങ്കിലും അവൻ തീരേണ്ടവനല്ലേ. ഇനിയിപ്പോ ആ CI മാറ്റി സത്യങ്ങൾ കണ്ടെത്തിക്കോട്ടെ. ഒരു പക്ഷേങ്കില് ഇതിന്റെ പിന്നിലെ ഞാനാന്നുള്ള കാര്യം അധികം വൈകാതെ അയാൾ അറിയുകയും ചെയ്യും. പക്ഷെ അറിഞ്ഞാലും എനിക്ക് സങ്കടമൊന്നുമില്ല കല്യാണി. നല്ലൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. അവനെ പോലുള്ളൊരു പക്ക ക്രിമിനലെ ഇല്ലാതാക്കിയതിന്റെ പേര് ഞാൻ സന്തോഷിക്കുക ചെയ്യുന്നത്. നീയെ സന്തോഷിക്കണം, നിന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് ഓർത്തിട്ട്. കല്യാണി പറഞ്ഞു, അത് ശരിയാ കിരണേട്ടാ. പക്ഷെ അവനെ പോലുള്ളൊരു ക്രിമിനലെ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടവനാണോ കിരണേട്ടൻ? അവനെ ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, നിയമം എപ്പോഴും നിയമത്തിന്റെ വഴിയല്ലേ പോവുള്ളൂ. ആ CI മാർട്ടിൻ പറഞ്ഞു കേട്ടോ, അവൻ എത്ര വലിയ കൊലപാതകയാണെങ്കിലും കൊലയാളിയാണെങ്കിലും അവനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അതാണ് നിയമത്തിന്റെ വഴിയാണ് അയാൾ നോക്കണേന്ന്. സാരമില്ല, നടക്കട്ടെ, കേസിന്റെ വഴി എന്താ വെച്ചാൽ നടക്കട്ടെ. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കല്യാണിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പത്തിനും കിരൺ പറഞ്ഞു, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പം കേസും കൂട്ടുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരാളുണ്ടല്ലോ. അതെ, ആദർശിനെ അതുപോലെ തന്നെ അനന്തപുരിക്കാരൻ രക്ഷിച്ച ഒരാള് നവീൻ വക്കീല്. അവൻ പ്രഗത്ഭനായ ക്രിമിനൽ വക്കീലല്ലേ. അവനെ കൊണ്ട് സാധിക്കും എന്നെ പുറത്തെത്തിക്കാനായിട്ട്. അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. പിന്നീട് കിരൺ നേരെ ചന്ദ്രസേനെ കാണാനായിട്ടാണ് പോകുന്നത്. കാരണം ചന്ദ്രസേനോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണമായിരുന്നല്ലോ. അപ്പൊ ചന്ദ്രസേന അത്യാവശ്യം ഭേദമായിട്ടുണ്ടായിരുന്നു. പിന്നീട് കിരൺ വിളിച്ചു കഴിഞ്ഞപ്പത്തിന് ചന്ദ്രസേനൻ വന്നു. വീട്ടിൽ വെച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല, രൂപയ്ക്ക് അറിയത്തില്ലോ ഇതിനെക്കുറിച്ചൊന്നും. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോ ചന്ദ്രസേനൻ ചോദിച്ചു, എന്താടാ മോനെ, നീ എന്താ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞേ? അത് പിന്നെ അച്ഛാ, ആ CI മാർട്ടിൻ ഉണ്ടല്ലോ, അയാൾ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്തിനാ? ആ സ്റ്റെഫി ഉണ്ടല്ലോ, ഗംഗാപ്രസാദിനെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവള് പരോളിന് ഇറങ്ങിയേക്കോ ഇപ്പം. അധികം വൈകാതെ അവള് തിരിച്ചു കയറിപ്പോവും. പക്ഷെ അതിനു മുമ്പ് അവളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. എടാ, പണിയായല്ലോടാ മോനെ. പണിയായി. അയാൾ അന്വേഷിക്കാൻ വന്നു. അയാൾക്ക് എന്റെ മേലെ സംശയമുണ്ട്. അത് സ്റ്റെഫിയാണ് ആ സംശയം പടച്ചു വിട്ടിരിക്കുന്നത്. കാരണം ഗംഗാപ്രസാദൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഞാനാണ് എന്നൊരു ചിന്ത സ്റ്റെഫിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് CI മാർട്ടിൻ എന്നെ വന്ന് ചോദ്യം ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, അല്ല മോനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെപ്പാടെ പ്രശ്നമായോ? ഒരു കാര്യം ചെയ്യാം, നീ ധൈര്യമായിട്ടിരുന്നോ. എന്ത് വന്നാലും ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം. അവനെ തീർത്ത് അവിടെ കൊണ്ടുപോയിട്ട് ഞാനാന്ന് പറഞ്ഞോളാം. അച്ഛ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അച്ഛൻ ഒന്നാമത്തെ കാര്യം വയ്യാതെ ഹോസ്പിറ്റലും കൂടെ ആയിരുന്നല്ലോ. കല്യാണത്തിന് പോലും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അതൊന്നും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അല്ലെങ്കിലും അച്ഛനെ ഞാൻ ഇട്ട് കൊടുക്കോ? അവനെ പോലുള്ള ഒരുത്തനെ കൊന്നതിന്റെ പേരിൽ അന്തസ്സായിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്ന് പറഞ്ഞു. എന്നാലും മോനെ, എടാ, എനിക്കിത് ഓർക്കാൻ പോലും പറ്റുന്നില്ല അച്ഛാ. അവനെ പോലുള്ള ഒരുത്തനെ തീർത്തതിന്റെ പേരിൽ ഞാൻ അകത്ത് പോയി കിടന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേങ്കില് ഈ കേസും കൂട്ടൊക്കെ ഇല്ലാതിരിക്കുവാണെങ്കിൽ, തേഞ്ഞു മാഞ്ഞു പോവാണെങ്കിൽ അതും സന്തോഷമുള്ള കാര്യം തന്നെയാ.
അത് കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെന്തേലും മാർഗം നോക്കിയാലോ. ഏയ് വേണ്ടച്ചാ, ഇപ്പൊ ഇതിനിടയ്ക്ക് കയറി എന്തേലും പറയാനോ പ്രവർത്തിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം കൊടുത്തോളൂ. തൽക്കാലത്തേക്ക് ഇതിങ്ങനെയും കൂടെ പോട്ടെ. അവരെന്താ കണ്ടെത്തുന്നത് വെച്ചാൽ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു. ആ സമയം സി ഐ മാർട്ടിന് ആ പെൺഡ്രൈവിനകത്ത് ആ കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുവാണ്. ഇടയ്ക്ക് കല്യാണി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ കല്യാണി പറഞ്ഞ വാഷ്റൂമിൽ പോയെന്നൊക്കെയാണ് കല്യാണി പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, കിരണും അവിടുന്ന് മാറിയിട്ടുണ്ട്. കെട്ടണ സമയത്ത് പോലും കിരൺ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പിന്നാൻ പുറത്തൂടെ ഗംഗാപ്രസാദ് അവിടേക്ക് വന്നു കാണും. കിരണ് കണ്ടു കാണും. കിരണും അവന്റെ കൂട്ടാളികളും കണ്ടു കാണും. അവനെ അവിടെ ഇട്ട് ശരിപ്പെടുത്തിയിട്ട് ഒരു പക്ഷേങ്കിൽ പിന്നാൻ പുറത്തൂടെ തന്നെ കൊണ്ടുപോയി കാണുമോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ വന്ന് ഫ്രണ്ടിൽ നിന്ന് കാർ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഓ, അപ്പൊ കാർ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും വീക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ CCTV ഒന്നും ഇല്ല. പക്ഷേങ്കിൽ കിരണിന് നന്നായിട്ടറിയാം അവൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഈ ഗംഗാപ്രസാദിന്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ അവനെ പിടിച്ച് ചോദ്യം ചെയ്യുവാണെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വന്നേക്കും. പക്ഷെ സാഹചര്യ തെളിവുകളൊക്കെ വേണമല്ലോ. തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇനി ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം കൊണ്ടുവന്ന് രണ്ടെണ്ണം ഇട്ടുകൊടുത്താൽ പറയിപ്പിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കുറ്റവാളിയൊന്നും അല്ല, സമൂഹത്തിൽ നിലവിലുമ്പോൾ ഉള്ള ഒരാളാണ്. അതിനേക്കാളുപരി ഈ ഗംഗാപ്രസാദ് അത്രയ്ക്കൊരു ക്രൂരനായിരുന്നു. അതിനും അവൻ കാരണം ഒത്തിരിയധികം വേദന അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവനെ അങ്ങനെ പോയി ചോദ്യം ചെയ്ത് പിടികൂടിക്കൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരിളക്കും. അത് വല്ലാത്തൊരു പ്രശ്നമോ. ഇത് തെളിവുകളൊക്കെ കിട്ടിയിട്ട് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. അതുകൊണ്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ട്. ആ സമയം കിരൺ എന്ത് ചെയ്തു, രതീഷിനെ വിളിക്കുകയാണ്. രതീഷിനെ വിളിച്ചിട്ട് രതീഷിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിന്റെ നാവിൽ നിന്ന് ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വരില്ല. നിന്നോട് ആര് എന്ത് ചോദിച്ചാലും നിനക്കൊന്നും അറിയത്തില്ല. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, അല്ല കിരൺ സാറ് പേടിക്കൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറ്റമായിട്ടെടുത്തോളാം, ഞാൻ അകത്ത് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കിടന്നാലും എൻ്റെ കുടുംബത്തെ നല്ല വിധം കിരൺ സാറും കല്യാണി നോക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല രതീഷേ. ഇവിടെ തെറ്റിയത് ഞാനല്ലേ. തെറ്റിയതെന്നല്ല, അവനെ തീർത്ത ഞാനല്ലേ. അപ്പൊ ഞാൻ തന്നെ അകത്തു പോയി കിടന്നോളാം, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ നിന്റെ നാവിലൊന്നും ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല. ആരെന്ത് ചോദിച്ചാലും നിനക്കൊന്നും അറിയത്തില്ല. എന്നെ പോലീസ് പിടികൂടിയാൽ പോലും ഞാൻ നിന്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. രതീഷിന് ഭയങ്കര സങ്കടമായി. രതീഷ് പറഞ്ഞു, സാറേ ഞങ്ങളും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങളും കൂടെ വരാന്ന് പറഞ്ഞു. വേണ്ട, അതേക്കുറിച്ചൊന്നും ഓർത്തിട്ട് നീ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. നിന്നോട് മുൻകൂർ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ചിലപ്പോൾ നിന്നെ വിളിച്ച് ചോദ്യം ചെയ്യുമായിരിക്കും ആ CI മാർട്ടിന്. അപ്പൊ കാര്യങ്ങളൊക്കെ നീ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്ത് പറയണം എന്ത് പറയണ്ടെന്ന്. നമ്മളെല്ലാരും കൂടെ അകത്തേക്ക് പോയിട്ടുണ്ട്, ശരിയാകത്തില്ല. പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് പറഞ്ഞു. പിന്നീടാണ് കാർത്തിക വിവരങ്ങളൊക്കെ അറിയുന്നത്. ലക്ഷ്മിയമ്മ വിളിച്ച് വിവരങ്ങൾ പറയണം, ആ ഗംഗാപ്രസാദിനെ കാണുന്നില്ലെന്നോ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മേ, അവനൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ അമ്മയാണെങ്കിൽ പ്രാർത്ഥനയും വഴിപാടുകളും മാത്രമേ നടത്തുന്നുള്ളൂ. അവന് എങ്ങനെയൊന്നും മരിച്ചു കിട്ടണമെന്നും പറഞ്ഞിട്ട്. കാരണം ദിലീപന്റെ അച്ഛനെ അമ്മനല്ലേ ഇല്ലാതാക്കിയത്. അതിനേക്കാളുപരി അവൻ ചെയ്ത് ക്രൂരത അത് ആർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നല്ലോ അമ്മേ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ പോടെ. പക്ഷേങ്കിൽ അവന്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഇനി എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോന്ന് അറിയില്ല. അവൻ അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് പുറത്തേക്ക് വരുന്നേ. ഇത്തവണ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. അവൻ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞു. എന്നാലും മോളെ സൂക്ഷിക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ അവനെ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റെഫി കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മോളും ദിലീപും പുറത്തു പോകുമ്പോഴൊക്കെയാണെങ്കിലും വെറുതെ ഒന്നും നോക്കാതെ നടക്കരുത്. കാരണം എപ്പോഴും വേണമല്ലോ അപകടം വരാം. അവനല്ലെങ്കിൽ അവന്റെ കൂട്ടാളികൾ പതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നോക്കിയും കണ്ടും വേണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.